ഈ പേരാമ്പ്രയിൽ നിന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് പോയാൽ ആർ ശ്രീലേഖ നടത്തിയിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ലവ് ജിഹാദ് കേരളത്തിലുണ്ട് എന്നും അതിനോട് സംസ്ഥാന സർക്കാർ കണ്ണടച്ചു എന്നൊക്കെയുള്ള ആരോപണം ഉന്നയിക്കുകയാണ്. ഇവർ കേരളത്തിലെ മുൻ DGP ആണെന്ന് ഓർക്കണം. മാത്രമല്ല ഈ BJP ടിക്കറ്റിൽ മത്സരിക്കുന്ന ആർ ശ്രീലേഖ നേരത്തെ തിരുവനന്തപുരത്ത് ഈ നമ്മുടെ ഈ കുത്തിയോട്ടം എന്ന് പറയുന്നത് പൊങ്കാലയ്ക്കിടയിൽ നടക്കുന്ന കുത്തിയോട്ടം എന്നൊരു ചടങ്ങുണ്ട്, ആചാരമുണ്ട്. അതിനെതിരെ കേസെടുത്ത ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥ കൂടിയാണ് ആർ ശ്രീലേഖ എന്ന് പറയുന്നത്. അത് മാത്രമല്ല കിളിരൂർ കേസുമായി ബന്ധപ്പെട്ട അന്നത്തെ വലിയ വിവാദങ്ങൾക്കിടയിൽ തൻ്റെ കയ്യിൽ എന്തോ ഒരു പുതിയ രേഖ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി. പക്ഷേ അങ്ങനെ ഒരു രേഖ ഇല്ല എന്ന് പിന്നീട് തെളിഞ്ഞു. ഇത്തരത്തിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയ പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നു. നിലപാടുകളുടെ കാര്യത്തിൽ അവർ സ്വീകരിച്ച പല സമീപനങ്ങളും വലിയ വിവാദമായിട്ടുണ്ട്. അതെ, ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അങ്ങനെയൊരു പോലീസ് ഉദ്യോഗസ്ഥ കൂടിയായ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ പറയുന്നത് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് എന്നത്. 2020 കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ തന്നെ കേരളത്തിൽ ലവ് ജിഹാദ് എന്നത് തെളിയിക്കപ്പെട്ടിട്ടില്ല, അങ്ങനെയൊരു കേസ് കേരളത്തിലില്ല എന്ന് കേന്ദ്ര സർക്കാർ, അതായത് നരേന്ദ്രമോദി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ നരേന്ദ്രമോദി അമിത്ഷാ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ BJPയുടെ കേരളത്തിലെ ഒരു സ്ഥാനാർത്ഥി പറയുകയാണ് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട്, അതും മുൻ പോലീസ് ഉദ്യോഗസ്ഥയാണ്. അത്രയ്ക്ക് ഉള്ള ഒരു അധപ്പതനത്തിലേക്ക് നിലപാടുകൾ എത്തുന്നു എന്നുള്ളതാണ്.